പ്രിയ പ്രേക്ഷകരെ, തെന്നൽ നേരത്തിൽ ഇന്ന് നിങ്ങൾക്കൊരു നവാഗത ചലച്ചിത്ര നടനെ പരിചയപ്പെടുത്തുകയാണ്. വളരെ സന്തോഷപൂർവ്വം പരിചയപ്പെടുത്തുകയാണ്. കാരണം ഇങ്ങനെ സന്തോഷപൂർവ്വം ഞാൻ പറയാൻ കാര്യം, ഈ ഇദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രമാണല്ലോ അല്ലേ, ആദ്യ ചിത്രമായ അടിയന്തരാവസ്ഥ കാലത്തെ അനുരാഗം എന്ന അതിൻ്റെ സംവിധായകനായ ആലപ്പി അഷ്റഫ് പറഞ്ഞത്, ഇതുപോലെ ഒരു നവാഗതനായ ഒരു നടൻ, ഒരു വളരെ സീനിയർ അല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടർ അഭിനയിക്കാൻ ഒരിക്കലും സാധ്യതയില്ലാത്ത വിധം പെർഫോം ചെയ്ത ഒരു നടനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്, എനിക്ക് അത്ഭുതവും തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാര്യം. നിഹാൽ, സ്വാഗതം. നിഹാലിൻ്റെ ഫസ്റ്റ് സിനിമയാണ് ഇത്. നിഹാൽ എങ്ങനെയാണ് ഇതിലേക്ക് വരാൻ കാര്യം? എങ്ങനെയാണ് ഇഷ്ടമുണ്ടായിരുന്നു സിനിമയിലെ ഓഡിഷൻ അങ്ങനെ അറ്റൻഡ് ചെയ്ത് മൂവി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഓഡിഷൻ വഴി സാറ് വിളിക്കുന്നതും അങ്ങനെയാണ് ഫിലിമിലോട്ട് വരുന്നത്. പഠിക്കുവാണോ നിഹാൽ? പഠിക്കുവാണോ? ഞാൻ വർക്ക് ചെയ്യണം, ആർക്കിടെക്ട് ആയിട്ട് വർക്ക് ചെയ്യും. എവിടെയാണ്? ഞാൻ ഇവിടെ വീടും ഇവിടെ തന്നെയാണോ? ഓ, അത് ശരി. അപ്പം ഹോസ്റ്റലായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഓക്കെ ഓക്കെ, സോറി. നിഹാൽ എങ്ങനെയാണ് സിനിമയിലേക്ക് വരാനുള്ളൊരു സ്വയം കഴിവുണ്ടെന്ന്, അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടാവുമല്ലോ, അതെങ്ങനെ ഉണ്ടായത്? വല്ല എക്സ്ട്രാ കരിക്കുലർ എന്തെങ്കിലും ഉണ്ടോ? ഡാൻസോ അല്ലെങ്കിൽ ആക്ടിങ്ങോ ഡ്രാമ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മിമിക്രി? ഞാനൊരു കാലിസ്റ്റനിക്സ് അത്ലീറ്റ് ആണ്. അതായത് കാലിസ്റ്റനിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജിംനാസ്റ്റിക്സ് ഒക്കെ പോലത്തെ ഒരു സ്പോർട്ടാണ്. അതായത് നമ്മുടെ ബോഡി വെയിറ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ വർക്കൗട്ട് എങ്ങനെ ചെയ്യാന്നുള്ളൊരു സ്പോർട്ടാണ്. അപ്പൊ അതിൽ നമ്മൾ ജിംനാസ്റ്റിക്സ് അതുപോലെ തന്നെ ഫ്ലിപ്പ് കാര്യങ്ങൾ അതൊക്കെ ഒരു 6-7 വർഷമായിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ട്. സ്വന്തമായിട്ട് തന്നെ എല്ലാം പഠിച്ചത്. സ്വന്തമായിട്ട് പഠിച്ചതാ? ആണോ? അപ്പൊ അതെങ്ങനെ, അതിന്റെ ഒരു സോഴ്സ് ഉണ്ടാവുമല്ലോ, അതെങ്ങനെ? യൂട്യൂബ് നോക്കിയിട്ടാണ് എല്ലാം പഠിച്ചത്. നമ്മുടെ ഫിലിമിൽ കുറച്ച് ആക്ഷൻ സീനുകളും കാര്യങ്ങളുണ്ട്, അത് വെച്ചിട്ട്. പഠിച്ചതൊക്കെ എവിടെയാണ്? ഞാൻ മലപ്പുറത്ത് തന്നെയാണ് പഠിച്ചത്. ശരി. അപ്പൊ ഫാമിലി ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ സിനിമയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അറിഞ്ഞു അല്ലേ? അവർക്ക് എങ്ങനെ എൻകറേജ്മെന്റ് ഉണ്ടോ? അവര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ സിനിമ ഒന്നും ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള? കരിയറായിട്ട് എടുക്കാനായിട്ട് തന്നെ തീരുമാനം? അത് ശരി. എല്ലാ യുവാക്കളുടെ ഒരു സ്വപ്നമാണല്ലോ സിനിമ എന്ന് പറയുന്നത്. എങ്ങനെ ഡാൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, പെർഫോമൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഇത് കൂടാതെ? അല്ല, ഫിലിമിലല്ല, അതല്ലാതെ സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ടോ? സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സ്പോർട്ടിന്റെ സ്റ്റേജ് ഷോ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് സിനിമയുടെ ആദ്യത്തെ അനുഭവം? എങ്ങനെയായിരുന്നു ആദ്യത്തായിട്ട് തോന്നിയ? വൈബ്രേറ്റഡ് ആയോ അല്ലെങ്കിൽ വൈബ്ഡ് ആയോ? അങ്ങനെയൊക്കെ എങ്ങനെ ത്രിൽഡ് ആയിരുന്നു? പിന്നെ കാരണം ഒരു ഡിഫറെന്റ് ഫീൽഡ് ആണല്ലോ. അതെ. അപ്പൊ പിന്നെ അതിങ്ങനെ മെല്ലെ മെല്ലെ അഡ്ജസ്റ്റ് ആയിട്ട് റെഡി ആയി. അതിന് കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അല്ല, മുൻപത്തെ എന്തായാലും ആക്ടേഴ്സിന്റെ ഒരു ഇതല്ല, നിങ്ങൾ അജ്ഞരല്ല, നിങ്ങൾക്ക് ഒരുപാട് സോഴ്സസ് ഉണ്ട് ഇത് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും, കണ്ടു തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇതുണ്ട്. അത് കാരണം കുറച്ചൊക്കെ ഒരു ഭയക്കുറവ് ഉണ്ടാവും അല്ലേ? അങ്ങനെ അത്രയൊക്കെ ഭയത്തിന്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് തോന്നിയിട്ടുണ്ട് അല്ലേ? എങ്ങനെയുണ്ട് സിനിമ? ഈ അടിയന്തരാവസ്ഥ അതെങ്ങനെയുണ്ട് സിനിമ? സിനിമ എന്ന് പറയുമ്പോൾ തികച്ചൊരു വിന്റേജ് ടൈപ്പ് മൂവിയാണ്. അതായത് പണ്ടത്തെ കാലത്ത് 1970s ഒരു മൂവിയാണ്. ഓ, അത് ശരി. കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു മൂവി ഇറങ്ങിയിട്ടില്ല. അപ്പൊ തികച്ചൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആവും ഇതിന്റെ മേക്കിംഗ് ആണെങ്കിലും. അല്ലാതെ ഒരു പഴയ വിന്റേജ് സ്റ്റൈലിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ മെയിനായിട്ട് പറയുന്ന അടിയന്തരാവസ്ഥയെ കുറിച്ചാണ്. അതിലൂടെ കടന്നു പോകുന്ന ഒരു അനുരാഗം, ഒരു ലവ് സ്റ്റോറിയാണ്. അപ്പോ അന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ നമ്മള് ലവ് ലെറ്റേഴ്സും കാര്യങ്ങളാണ്, ഇന്ന് പറയുമ്പോൾ ടെക്നോളജിയും കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആവും. ന്യൂജൻ പിള്ളേർ, ന്യൂജൻ ആൾക്കാർക്ക് ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആവും. എങ്ങനെയാണ് ആദ്യത്തെ സിനിമ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ടുണ്ടായിരുന്ന അനുഭവം? എന്തായിരുന്നു? ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. കാരണം ഒന്നും കംപ്ലീറ്റ് ഒരു ഫ്രഷർ ആയിരുന്നാണ്. ഇപ്പൊ ഡയറക്ടർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമ അടിയന്തരാവസ്ഥ കാലത്ത് അനുരാഗം തന്നെ, അതായത് അടിയന്തരാവസ്ഥ കാലത്ത് നടക്കുന്ന ഒരു ലവ് സ്റ്റോറിയാണ്. അപ്പോ തികച്ചൊരു വിന്റേജ് സ്റ്റൈൽ മൂവിയാണ്. 1970s നടക്കുന്ന ഒരു കഥയാണ്. അപ്പോ പിന്നെ അന്ന് പറയുമ്പോ നമ്മുടെ ലവ് ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ, ഇന്ന് നമ്മൾ ഫോണിൽ യൂസ് ചെയ്യുന്നതിനെക്കാട്ടി അന്ന് ലവ് ലെറ്റേഴ്സും കാര്യം. അപ്പൊ തികച്ചൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും വ്യൂവേഴ്സിന്. കാരണം പഴയ കാലത്തിലോട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതെ അതെ. കഥ ആദ്യം തന്നെ കേട്ടിരുന്നോ? മുഴുവനായിട്ട് കേട്ടിരുന്നോ?
അല്ലെ ഷോർട്ട് എടുത്ത് പോവായിരുന്നു. അപ്പോഴാണ് കഥ മനസ്സിലാക്കുന്നത്, കഥ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾക്കറിയാം ഇപ്പം ഇങ്ങനെ ഈ പടത്തിൻ്റെ കഥ കേട്ടപ്പോൾ ഞാൻ അതിൻ്റെ ഒരു അനുഭവം പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു കഥ ഓർക്കണം. കാവ്യമാധവനും ദിലീപും ചേർന്നൊരു പടം ചെയ്തിരുന്നല്ലോ, മാടപ്രാവിൻ്റെ ചങ്ങാതി എന്ന് പറഞ്ഞിട്ട്. അത് വളരെയധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ മറ്റേ സെല്ലുലോയിഡ് എന്നുള്ള പടം, അതും ഇതുപോലെ തന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതും ആ ഒരു ഇതിൽ ടോണറിൽ വരുന്ന പടമായതുകൊണ്ട് ഒരുപക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു അല്ലേ? ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ? കൂടെ അഭിനയിച്ച ആൾക്കാരൊക്കെ എങ്ങനെയായിരുന്നു? കോപ്പറേറ്റീവ് ആയിരുന്നു? ഇതിലിപ്പോ കൂടുതൽ ആൾക്കാരും പുതിയ ആൾക്കാർ തന്നെയാണ്. അപ്പൊ ഞങ്ങള് ആക്ച്വലി ഒരു ഫാമിലി പോലെ തന്നെ എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു, ഫ്രണ്ട്ലി ആയിരുന്നു. സെറ്റ് ആണെങ്കിലും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ ഒരു അടിപൊളിയായിരുന്നു. ലവ് സീൻ ഉണ്ടോ? ചെറുതായിട്ടൊക്കെ. അത് അഭിനയിക്കുമ്പോ ഒരു ചളിപ്പ് അങ്ങനെ വല്ലതും തോന്നിയോ? കുട്ടിയല്ലേ അപ്പൊ തോന്നിയോ? ആക്ടിങ് ആണല്ലോ. ഇനിയിപ്പോൾ സിനിമയിലേക്ക് കൂടുതൽ ചാൻസസ് ഉണ്ടായിരുന്നാൽ സിനിമയിൽ തന്നെ പിടിച്ച് കരിയറായിട്ട് എടുക്കാനായിട്ടാണോ? അപ്പൊ അതിനു വേണ്ടിയുള്ള അഭ്യാസങ്ങളെല്ലാം പഠിക്കണ്ടേ? ഡാൻസ്, ഗുസ്തി, ഇടി, ചവിട്ട്, തൊഴി, ഭയങ്കര പഞ്ച് ഡയലോഗ് ഒക്കെ എല്ലാം അതിനുള്ള ഒരു എടുക്കണം. അപ്പം ഈ ഒരു സിനിമയിൽ നിങ്ങളുടെ ഒരു ഇതിൽ സിനിമ കാണിപ്പോൾ ഒരു മ്യൂസിഷ്യനാണെങ്കിൽ അയാൾ കുറേ കോൺസേർട്സ് കേൾക്കും, ഡാൻസർ ആണെങ്കിൽ കുറേ ഡാൻസേഴ്സിൻ്റെ പ്രോഗ്രാംസ് കാണും, പെർഫോമൻസ് കാണും. അങ്ങനെ എല്ലാവരും ഇപ്പോൾ ഒരു നോവലിസ്റ്റ് ആണെങ്കിൽ അയാൾ പഴയ വേറെ വേറെ നോവലുകൾ വായിക്കും എന്ന് പറഞ്ഞ പോലെ വേറെ വേറെ സിനിമകൾ കാണാറുണ്ടോ? പഠിക്കാൻ വേണ്ടിയും എക്സ്പീരിയൻസിന് വേണ്ടിയും ആസ്വാദനത്തിന് വേണ്ടിയും കാണാറുണ്ടോ സിനിമകൾ? ഏത് തരം സിനിമകളാണ് കാണാൻ ഇഷ്ടം? എല്ലാ സിനിമകളും കാണാൻ എനിക്ക് കൂടുതലും ആക്ഷൻ അതാണല്ലേ കൂടുതൽ ഇഷ്ടം. അങ്ങനത്തെ ഫിലിംസാണ് കൂടുതൽ കാണാറ്. പക്ഷെ കണ്ടിട്ട് തോന്നണില്ലല്ലോ, മുഖത്ത് നോക്കിയിട്ട് ആക്ഷൻ ഒരു ഹീറോ ആയുള്ളൊരു ഇതല്ല, ഒരു സാധു പഞ്ച് നിഷ്കളങ്ക. ശരി ശരി. പറഞ്ഞിരുന്നു വളരെ അഭ്യാസം പ്രകടനം ഭയങ്കര വണ്ടർഫുള്ളായിട്ടുള്ളൊരു ഇതായിരുന്നു എന്ന് പറഞ്ഞാൽ ഒക്കെ അത്ഭുതപ്പെട്ടു പോയി എന്ന് അദ്ദേഹം പറഞ്ഞായിരുന്നു. അപ്പം ഈ ഒരു ഇതിൽ തന്നെ പിടിച്ചു നിൽക്കുകയും അതിനോടൊപ്പം തന്നെ വളരാനും ആഗ്രഹിക്കുന്ന ഒരു നവാഗതൻ എന്നുള്ളൊരു ഇതിൽ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ എൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ നേരെയാണ്. കൂടുതൽ ഉയരങ്ങളിലേക്ക് താങ്കൾ വരട്ടെ. ഈ മാതൃദേശത്തിന് വേണ്ടി ഇങ്ങനെ ഒരു അഭിമുഖം തരാനായിട്ടുള്ള താങ്കളുടെ നല്ല മനസ്സിന് നന്ദി അറിയിക്കുകയാണ്. സന്തോഷം. താങ്ക് യു സോ മച്ച്.